കട്ട് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഒന്നും കട്ട് ചെയ്യാനില്ല. ആൾക്കാർ എന്തിനാ നെഗറ്റീവ് പറയുന്ന ഒരു പിടിയില്ല. ലൈക്ക് ഇറ്റ്സ് നൈസ്, കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. രാഷ്ട്രീയം നമ്മൾ സിനിമയായിട്ട് കാണണം. ഒരു പാർട്ടിയെ മാത്രമായിട്ട് ഇവിടെ എങ്ങും കുറ്റം പറയുന്നില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ രാഷ്ട്രീയം നോക്കി ഫിലിം കാണാണ്ടിരുന്ന വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർ നന്നായിട്ട് ജീവിക്കണം, എല്ലാവരും സമാധാനവും സന്തോഷത്തോടെയും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കണം. ചെയ്യാൻ പറ്റും. പൃഥ്വിരാജ് സാറിനും ഡയറക്ടർക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം അത്രയും നല്ല പവർഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പടം. ജനങ്ങളുടെ ഒരു ഹൃദയത്തിനാണ് പിടിച്ചെടുത്തത്. ഇതിൽ കട്ട് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഒന്നും കട്ട് ചെയ്യാനില്ല. അല്ലാതെ പിന്നെ വേറെ ഓരോന്നും ചിന്തിച്ചാലല്ലേ ഉള്ളൂ. നല്ല സിനിമ. ആൾക്കാർ എന്തിനാ നെഗറ്റീവ് പറയുന്ന ഒരു പിടിയില്ല. ലൈക്ക് ഇറ്റ്സ് നൈസ്, കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് ഓഫ് മൂവി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മൂവി ഇങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നൈസായിട്ട് തോന്നുന്നുണ്ട്. ഈ രാഷ്ട്രീയപരമായ ഇഷ്യൂസിന്റെ ആവശ്യമുണ്ടോ? പൊളിറ്റിക്കലി ഭയങ്കര സീറോ നോളജ് ആണ്. അപ്പോൾ പൊളിറ്റിക്കൽ നോളജ് വെച്ചിട്ട് നോക്കണ്ട, മൂവിയാണ്, എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. എല്ലാം നൈസായിട്ടുണ്ട്, ഭയങ്കര നൈസായിട്ടുണ്ട്. കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഒരു രക്ഷയില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞത് തന്നെയാണ്. ഇത് മലയാളികൾ കുറച്ച് ഒരു സിനിമയായിട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. ഇതൊരു സിനിമയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സീക്വലിന്റെ ഒരു പാർട്ടാണ്, ഒരു ചാപ്റ്ററാണ്. അപ്പം ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ട്. ശരിക്കും സീരീസ് കാണുന്നവർക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ത്രൂ ഔട്ട് ലാലേട്ടനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടില്ല. എനിക്ക് ശരിക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗ് കിട്ടി. ഈ രാഷ്ട്രീയപരമായ വിഷയങ്ങൾ സിനിമ ഞാൻ തോന്നി. രാഷ്ട്രീയം നമ്മൾ സിനിമയായിട്ട് കാണണം. ഒരു പാർട്ടിയെ മാത്രമായിട്ട് ഇവിടെ എങ്ങും കുറ്റം പറയുന്നില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു മൂവി. പടം കൊള്ളാം, നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടതാണ്. സൂപ്പർ പടം. ഇഷ്ടപ്പെട്ടായിരുന്നു? ഫുൾ ഇഷ്ടപ്പെട്ടു. അഭിനയമൊക്കെ ആരെയായിട്ട് ഇഷ്ടപ്പെട്ടത്? ലാലേട്ട സൂപ്പർ, പൃഥ്വിരാജ് അതിനേക്കാളും പൊളി. ഈ രാഷ്ട്രീയപരമായ കുറെ വിഷയം പറയുന്നുണ്ട് സിനിമ. ഞാൻ രാഷ്ട്രീയം നോക്കി ഫിലിം കാണാണ്ടിരുന്ന സൂപ്പർ പടമാണ്. കുഴപ്പമില്ല കേട്ടോ. രാഷ്ട്രീയപരമായ വിഷയത്തിന്റെ ആവശ്യമുണ്ടോ? രാഷ്ട്രീയപരമായി അതിന് മാത്രം വലുതായിട്ടൊന്നുമില്ല. കൊള്ളാം, പടം കൊള്ളാം, നല്ല പടം തന്നെ. വളരെ മനോഹരമാണ്. പൃഥ്വിരാജ്, മുരളിച്ചേട്ടൻ, ലാലേട്ടൻ അവരുടെ ഈ ഒരു അധ്വാനം അത് വളരെ മനോഹരമായിരിക്കുന്നു. തിയേറ്ററിൽ തന്നെ കാണണം, മസ്റ്റ് വാച്ച് മൂവിയാണ്, വളരെ മനോഹരം. ഈ രാഷ്ട്രീയ വിഷയം പറയുന്നുണ്ടോ? ഇതിനെ കട്ട് ചെയ്യണമെന്ന് തോന്നിയോ കണ്ടിട്ട്? ഓക്കെ, സ്വാഭാവികമായ ഒരു കാര്യങ്ങളാണ്, എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർ നന്നായിട്ട് ജീവിക്കണം, എല്ലാവരും സമാധാനവും സന്തോഷത്തോടെയും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കണം. അത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. സൂപ്പർ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ ഇതിനകത്ത്? എല്ലാവരും ഇഷ്ടപ്പെട്ടു, എല്ലാവരും പൊളിയായി. മൂവി നല്ല മൂവി. എന്താ ഇഷ്ടപ്പെട്ട എടുത്ത് പറയാൻ വേണ്ടി? ഇഷ്ടപ്പെട്ട എന്താ എടുത്ത് പറയാൻ വേണ്ടി സിനിമ? മേക്കിംഗ് ഭയങ്കര നല്ലതായിരുന്നു, ഡയറക്ഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ്. നല്ല സിനിമ, നല്ലൊരു ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റും. പൃഥ്വിരാജ് സാറിനും ഡയറക്ടർക്കും നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം അത്രയും നല്ല പവർഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പടം. ജനങ്ങളുടെ ഒരു ഹൃദയത്തിനാണ് പിടിച്ചെടുത്തത്. അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു? അത്ര ഇഷ്ടപ്പെട്ടു, നല്ല പടം.